ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു ഉസ്താദ് വന്നിട്ട് എന്നെ വാട്സപ്പിൽ വന്നിട്ട് കണ്ടമാനം അനാവശ്യങ്ങൾ പറഞ്ഞു. എനിക്കറിയുന്ന ആളും അയാൾക്ക് എന്നെയും അറിയുന്നതായതുകൊണ്ട് ഞാൻ ആ വോയിസ് ഒന്നും പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ആള് അതിനകത്ത് പറയുന്നുമുണ്ട്, ഇത് വീഡിയോയ്ക്കകത്ത് കാണിക്കരുത്, ഞാൻ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അയക്കുന്ന മെസ്സേജ് ആണെന്ന് പറയുകയും ചെയ്തു. ഓക്കെ, എന്നാലും കാണിക്കേണ്ടി വന്നാൽ ഞാൻ കാണിക്കുന്നത് വേറെ, അത് പോട്ടെ. അപ്പോൾ അയാളുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ല എന്ന് വിചാരിച്ചു. എന്തുവാ പറയുന്നതെന്ന് അറിയാം. അയാൾക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ഉസ്താദുമാരെല്ലാം പോക്കാണ് എന്ന് ഞാൻ ഒരു വീഡിയോ വെച്ച് പറഞ്ഞു എന്നാണ് അയാൾ പറയുന്നത്. അപ്പൊ അതിനകത്ത് അയാളും അയാളുടെ ഗ്രൂപ്പിലുള്ള മുഴുവൻ ഉസ്താദുമാരും പെട്ടുപോയി. അത്ര ഈ വോയിസ് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. ഈ 3 അലോക്കാർഡിന് കോൾ ചെയ്തു. പിന്നെ നെറ്റ് ഉണ്ടായിരുന്നു, നെറ്റിൽ വിളിച്ചിട്ടൊന്നും ക്ലിയർ ആകാത്തോണ്ട് അലോക്കാർഡ് തന്നെ വാങ്ങി. എന്താന്ന് വെച്ചാല് എന്റെ എന്റെ മോള് ഇപ്പൊ 6ാം ക്ലാസ്സിലാണ് മദ്രസ പഠിക്കുന്നത്. ഉസ്താദ് പിന്നെ സദർ ഉസ്താദ് വിളിച്ചു വരുത്തിയിട്ട് ഖുർആൻ ഓദിപ്പിക്കുമ്പോ അടുത്ത് നിർത്തുക, പിന്നെ മേശപ്പുറത്ത് മുസായി വെക്കുക, ഉസ്താദ് കസേരയിൽ ഇരിക്കുക, എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒഴിയ. ഇത് കുട്ടി എന്താക്കി എന്നെ വിളിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ വിളിച്ചേരം എന്നോട് പറഞ്ഞ് ഇന്നിന്റെ പോലെയൊക്കെ വിഷയങ്ങള് എല്ലാരും ഉസ്താദ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് അങ്ങനെ ഞാൻ പള്ളി കമ്മിറ്റീന്റെ പ്രസിഡന്റിനെ വിളിച്ച് ആദ്യം. അന്നേരം പറഞ്ഞു, നിങ്ങൾ ഇനി അതൊരു വിഷയമാക്കണ്ട, അത് ഉസ്താദിനെ ഞങ്ങൾ പറഞ്ഞ് ഉപദേശിച്ച് അങ്ങ് നേരാക്കിക്കോളുന്നേ. അന്നേരം എനിക്ക് തോന്നി അത് ഞാൻ അങ്ങനെ പോയാൽ ശരിയാവൂലെന്ന്. അങ്ങനെ ഞാന് നാട്ടിലുള്ള 2-3 ചെക്കന്മാരെ വിളിച്ച്, നമ്മളെ മഹലിലുള്ള തന്നെ അതിനെ വിളിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞേ. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഓലെന്താക്കി, ഉസ്താദിനെ പോയി കണ്ട്. അങ്ങനെ ഉസ്താദ് പറഞ്ഞ് അടുത്ത് നിർത്തുന്നുണ്ട് എഴുതും, അല്ലാണ്ട് ഞാൻ തൊടലില്ലാന്ന്. അന്നേരം മക്കളെയൊക്കെ വിളിച്ച്, സ്കൂളിൽ പോയ മക്കളെല്ലാം തിരിച്ച് വിളിച്ച് കൊണ്ടുവന്ന് എല്ലാരും പറഞ്ഞു അങ്ങനെ ചെയ്യലുണ്ട് ഉസ്താദ് എന്ന്. 6ാം ക്ലാസ് എന്ന് പറയുമ്പോ ചെറിയ മക്കളല്ലേ, 11 വയസ്സ്. വിടുവോ ഞാൻ? അങ്ങനെ നിങ്ങൾക്ക് ആരാ ഇത് പറഞ്ഞത്, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അന്നേരം പറഞ്ഞ മക്കള് ഉമ്മമാരോട് പറഞ്ഞ എന്നിട്ടാണെന്ന്. അന്നേരം അവിടെ എല്ലാവർക്കും അത്ഭുതം. എന്താ വെച്ചാൽ ഇത്രയും ദിവസം 1-1.5-2 മാസത്തോളായി ഇത് സംഭവം നടക്കാൻ തുടങ്ങിയിട്ട്. കൊടുത്തു പണി ഓനിപ്പോ എന്താ പറയാ അടിച്ചു തെളിച്ച് കൊണ്ടാക്കിയിട്ടുണ്ട്. ആടുന്ന് പിന്നെ ഊരിപ്പോരും, അത് വേറെ വിഷയം. എന്നാലും ഇതൊക്കെ നമ്മളെ നാട്ടിലുള്ള പെണ്ണുങ്ങന്മാരെ പറയണം ആദ്യം. കാരണം ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ നമ്മളവിടുന്നൊക്കെ രാവിലെ എണീച്ച് ഷോപ്പർ കൊടുത്ത് മാർക്കറ്റിലേക്കാ. ഉസ്താദിന് പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ പൊരിച്ചത്, രാത്രി ചിക്കൻ കറി വെച്ചത്, ഒന്ന് സൽക്കാരം എന്താന്നാ കൊഴിപ്പിക്കല്ലേ. അന്നേരം ഈ ഹോർമോണെല്ലാം തങ്ങി നിൽക്കുമ്പോ മക്കളല്ലേ നേരെ തിരിയാ. ഉമ്മമാര് തീറ്റിക്കുന്ന മക്കളെ ഒരു സൈസ് ആക്കുന്ന, അത്രേ ഉള്ളൂ കള്ളമടുക്കൂസുകൾ. എന്റെ പൊന്നുമോനെ, ഇത് എല്ലാവരും കേൾക്കണം, എല്ലാവരും. കാരണം ഗൾഫിലുള്ള പ്രവാസികളെ ഭാര്യമാർക്ക് ഉസ്താദുമാരെ സൽക്കരിക്കുന്ന കാര്യത്തിൽ എന്തൊരു ശുഷ്കാന്തിയാന്നറിയോ. ഫുഡ് അവര് ഉസ്താദിന്റെ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കൊടുത്തില്ലെങ്കിൽ ഒരു ഉസ്താദിന് കൊടുക്കണം. എന്താ ഉസ്താദിന് എന്താ പ്രത്യേകത? ഉസ്താദ് മനുഷ്യൻ തന്നെയല്ലേ, മക്കളെ കഴിഞ്ഞിട്ട ഉസ്താദ്. അല്ലാണ്ട് ഉസ്താദിനല്ല ആദ്യം എന്താ സൽക്കരിക്കണം. സ്വന്തം മക്കൾക്ക് മീനൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല, അങ്ങ് തിന്നൂടെന്ന് അറിയും. ഉസ്താദിന്റെ ചെലവ് എന്ന് പറയുമ്പോ രാവിലെ അങ്ങ് ഇറങ്ങും പെണ്ണുങ്ങന്മാര്, ഷോപ്പർ കൊടുത്ത് അതോ ഇറച്ചി, മീന്, പത്തിരി, സ്പെഷ്യൽ എല്ലാം. എന്താന്ന് വെച്ചാൽ ഉസ്താദ് പറയാ, എനിക്ക് നിർബന്ധമായിട്ട് രാത്രി എനിക്ക് ചപ്പാത്തി മാത്രമേ പറ്റൂ. കടത്തി കൊടുക്കുക എല്ലാരും. ചപ്പാത്തി, ചിക്കൻ കറിയും മീൻ ഫ്രൈയും. ഉസ്താദ് എന്തെന്നാ പറയുന്ന അത് തന്നെ മക്കൾക്ക്. മക്കള് എന്താ പറയാ, ഉസ്താദിന്റെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-1.5 ഫുഡാ. വലിയൊരു തട്ട് നിറച്ച് 3-4 തട്ട് നിറച്ച് ചോറ്, അതിന് സ്പെഷ്യലായിട്ട് കറികള് എല്ലാം ഉണ്ടാക്കി അങ്ങ് കൊണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം തിന്ന് കുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് രാവിലെ മക്കള് മദ്രസ ചെല്ലുമ്പോ അടുത്തേക്ക് വിളിച്ചിരുത്തുക, ഒഴിഞ്ഞ് പോലെ വികാരം തീർക്കുക ഖുർആന്റെ മുന്നിൽ വെച്ചിട്ട്. ഇതാ മൂല്യന്മാരെ. ഒരു മൂല്യരെ പറഞ്ഞാ പോരെ, എല്ലാവരും ഉണ്ട്. എന്താന്ന് വെച്ചാൽ 90% ഇപ്പൊ ഇങ്ങനെയാ. 90%, 10% നല്ലതുള്ളൂ. 90% ഉസ്താദ്മാരെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങ് വിളിക്കും. എന്തിനാന്നറിയോ? എന്നിട്ട് ഒരു കർട്ടനും മുന്നില്. പെണ്ണുങ്ങന്മാർക്ക് മാത്രം ക്ലാസ്, ആണുങ്ങൾക്ക് ഒരു ക്ലാസ്സും വേണ്ട. പെണ്ണുങ്ങൾ ആഴ്ചക്ക് പെണ്ണുങ്ങൾക്ക് ക്ലാസ്. എന്തെല്ലാം നിയമങ്ങളാ. എന്നിട്ടോ കുറ്റം മുഴുവനും ഓള് ഫർദ ഇട്ടത് ടൈറ്റായിപ്പോയി, ഓള് അങ്ങനത്തെ ഡ്രസ് ഇട്ടിട്ട് പോയി. ഗൾഫുകാരെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത കുറ്റങ്ങളുണ്ട്. ഞാൻ പറഞ്ഞതാണോ? ആണോ? അനുഭവസ്ഥയായിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ സഹോദരന്റെ മകളെ
ഉസ്താദ് അടുത്തു പിടിച്ച് നിർത്തി ഒഴിയുന്നതിനെ സംബന്ധിച്ചിട്ടല്ലേ അവർ പറഞ്ഞത്. എല്ലാ മുസ്ലിങ്ങളും ഭീകരന്മാരാണെന്നോ എല്ലാ ഉസ്താദുമാരും ശിശുപീഡകന്മാരാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പറയുന്നവരുണ്ടെങ്കിൽ അവരാണ് അതിൻ്റെ ഉത്തരവാദി, ഞാനല്ല. അപ്പോൾ ഈ വീട്ടമ്മ പറയുന്നതിന് എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? അതുപോലെ വേറെ ഒരു ഉസ്താദ് പിന്നെ ഈ കുട്ടികളെയൊക്കെ മദ്രസയിൽ പീഡിപ്പിക്കുന്നവരെയൊക്കെ എടുത്ത് മൊത്തം കട്ട് ചെയ്ത് കളയണമെന്നാണ് പറഞ്ഞത്. ഞാൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങ് എല്ലാ ഉസ്താദുമാരും മോശക്കാരാണെങ്കിൽ ആ ഉസ്താദ് മാത്രം മദ്രസയിലെ പീഡനത്തെ എതിർക്കുന്നതിനെ ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? ഒരു MBBS സ്റ്റുഡൻറ്റ് ഒരു വലിയ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു TV-യുടെ ഒരു പബ്ലിക് ഷോ ആണ്. അതിനകത്ത് വന്നിരുന്ന് അവരുടെ അനുഭവങ്ങൾ, അവരുടെ മദ്രസ കാല അനുഭവങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. കേട്ടോ. ആർത്തവൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. എനിക്ക് പറയാനാണെങ്കിൽ ഞാനൊരു മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനാണെങ്കിൽ ഞാൻ പഠിച്ച സ്കൂളിനെ മാത്രം വെച്ച് എനിക്ക് പറയാൻ പറ്റില്ല. മറിച്ച് സ്കൂൾ പോലെ തന്നെ പ്രധാനമാണെന്ന് ഞങ്ങളൊക്കെ കരുതുന്ന മദ്രസയെ കൂടി പറയേണ്ടി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആർത്തവായുധത്തെ കുറിച്ച് പറയുമ്പോൾ മദ്രസയെ കുറിച്ച് വളരെയധികം പറയേണ്ടി, സ്കൂളിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതൽ മദ്രസയെ കുറിച്ച് പറയേണ്ടതുണ്ടെന്നാണ് തോന്നുന്നത്. മദ്രസ എന്ന് പറയുന്നത് ഒട്ടും ലിംഗസമത്വം അല്ലാത്ത ഒരു സ്ഥലമാണ്. നിങ്ങളുടെ എത്ര പേര് അത്തരത്തിലുള്ള മദ്രസയെ കുറിച്ച് അറിയുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അത് വീണ്ടും പ്രശ്നവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരിക്കലും ഇതുവരെ അഡ്രസ് ചെയ്യാത്തൊരു ഏരിയയാണ് മദ്രസകൾ എന്ന് എനിക്ക് തോന്നുന്നു. ആർത്തവമുള്ള ദിവസങ്ങളില് ഇസ്ലാം മതപ്രകാരം അശുദ്ധിയാണ്. 7 ദിവസം കഴിഞ്ഞിട്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടവളാണ്. നമ്മളൊരു നിയമത്തെ എടുത്ത് കുളിക്കുകയൊക്കെ ചെയ്യും. ഞാൻ എന്റെ അശുദ്ധി എന്റെ ശരീരത്തിൽ നിന്ന് മാറ്റി നിർത്താണെന്ന് പറഞ്ഞ് തലയിൽ 3 ബക്കറ്റ് വെള്ളം ഒഴിക്കും. ഖദീജ, ശബരിമലയിൽ സ്ത്രീയുടെ കണ്ണിലെ നഖം നമുക്ക് വെട്ടാൻ പാടില്ല. ഇനി ഈ 7ാമത്തെ ദിവസമാണ് നമ്മൾ നഖം വെട്ടുന്നത്. അതുപോലെ തന്നെ മുടി ചീനി കളയാൻ പാടില്ല. നമ്മുടെ നിലത്ത് വീഴുന്ന മുടികൾ പോലും പെറുക്കി എടുത്ത് വെക്കണം. എന്നിട്ട് ചീർപ്പിലൊക്കെ വരുന്നത് പെറുക്കി എടുത്ത് വെക്കണം. ഇതൊക്കെ എടുത്ത് വെച്ച് 7ാമത്തെ ദിവസം ഇതുപോലെ ഈ അവയവങ്ങളിലെ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, ഞാൻ കളയുന്നു എന്ന് പറഞ്ഞ് 3 വട്ടം കഴുകി മണ്ണിൽ കുഴിച്ചിടണം. ഇതാണ് നമ്മുടെ ആചാരം. അതുപോലെ ഖുർആൻ തൊടാൻ പറ്റില്ല, നിസ്കാരപ്പായ തൊടാൻ പറ്റില്ല. മദ്രസയിൽ പോകുമ്പോൾ ഇപ്പം നമുക്ക് ഖുർആൻ ഒരു 2ാം ക്ലാസ് മുതൽ ഖുർആൻ നിർബന്ധമാണ്. അപ്പൊ ഖുർആൻ ഓതുന്നു. അത് കഴിഞ്ഞ ഒരു 3ാം ക്ലാസ് മുതൽ ഇഫിൽ കാണാതെ ഖുർആൻ ചൊല്ലുന്നുണ്ട്. കാണാതെ ഖുർആൻ ചൊല്ലാൻ പോലും ആർത്ത സമയത്ത് പാടില്ല. എന്നാ ഈ സമയത്ത് മദ്രസ പോകാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ ആർത്ത കൊണ്ട് കുട്ടി ഖുർആൻ തൊടാതെ ചൊല്ലാതെ മദ്രസ പോകണം. ഉസ്താദ്മാരോട് എനിക്ക് ആർത്തമാണ്, ഇത് തൊടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അതുമില്ല. അപ്പൊ ഈ കുട്ടികൾ എന്ത് ചെയ്യും? ഉസ്താദിന്റെ അടി വാങ്ങും. അടി വാങ്ങുന്ന അടി വാങ്ങും. ഖുർആൻ കൊണ്ടുവന്നില്ല, ഞാൻ മറന്നുപോയി. ഇല്ല ഉസ്താദ്, ഞാൻ പഠിച്ചില്ല, എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല. ഇതാണ് നമ്മുടെ കൂടെ ഉള്ളവർ പറയുന്നത്. അടി എന്ന് വെച്ചാല് നല്ല അടി, കൈ പൊട്ടി കയ്യിൽ നിന്ന് ചോര വരുന്ന രീതിയിലുള്ള അടി. പക്ഷെ ഇതുവരെ അതിനെക്കുറിച്ച് ആരും എവിടെയും പറഞ്ഞിട്ടില്ല, പ്രശ്നവൽക്കരിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ചെറുതായിട്ട് മുല വരുന്ന സമയം ഉസ്താദ്മാർക്ക് അറിയാലോ, നമ്മൾ പറത്തിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷെ ഒന്ന് ഷാള് മാറിയിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാരുടെ നോട്ടം അങ്ങോട്ടേക്കാണ്. അതുപോലെ നമ്മളിപ്പോ ഖുർആൻ ചൊല്ലില്ലെങ്കിൽ ഉസ്താദ്മാര് തൊള്ളുന്നത് ഈ മുലയുടെയും പൊക്കിളിന്റെയും ഇടയിലാണ് നുള്ളുന്നത്, അല്ലെങ്കിൽ തൊടയുടെ ഇടയിലാണ് നുള്ളുന്നത്. 1ാം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു ഉസ്താദ് 1ാം ക്ലാസ് പഠിക്കാൻ തോന്നുന്നു, എന്തോ കുറുമ്പൊക്കെ കാണിച്ചു കാണോ, ഉസ്താദ് എനിക്ക് തന്ന ശിക്ഷ എന്റെ വായിൽ തുപ്പുക എന്നതായിരുന്നു. അത്രയും അധികം പ്രശ്നങ്ങൾ ഒരു ആൺകുട്ടിയുടെ അടുത്ത് ഇവരത് കാണിക്കില്ല. ആൺകുട്ടിയെ ചെവി പിടിക്കും, തലയ്ക്ക് തണ്ടും. പക്ഷെ മറ്റിടങ്ങളിൽ ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ആൺകുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. പക്ഷെ പൊതുവായിട്ട് പെൺകുട്ടികളെ നുള്ളുന്നത് പോലെ, തൊടുന്നത് പോലെ, പിടിക്കുന്നത് പോലെ പബ്ലിക് ആയിട്ട് ഉസ്താദ്മാര് പിടിക്കില്ല. ഈ ഉസ്താദ്മാരെ കുറിച്ച് നമ്മൾ വീട്ടിലെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉസ്താദ്മാരെ ചോദ്യം ചെയ്യാൻ പാടില്ല, മതത്തെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന പോലെ തന്നെ ഉസ്താദ്മാർക്കെതിരെ ഒന്നും പറയില്ല. ഒരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് സെക്ഷലായിട്ട് അബ്യൂസ് നേരിട്ടത് കൊണ്ട് മദ്രസയിൽ എത്തിയ ആളാണ് ഞാൻ. അതോടുകൂടി തീർന്ന വിശ്വാസമാണ് എന്റേത് എന്നുള്ളതാണ് എനിക്കിപ്പോ പറയാനുള്ള ഒരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളല്ലേ ആ പെൺകുട്ടി പറഞ്ഞത്. 11, 12, 13 വയസ്സാകുന്ന കുഞ്ഞു പെൺമക്കൾ മദ്രസകളിൽ പോയി പഠിക്കുമ്പോൾ അവർക്ക് കുഞ്ഞു മുലകൾ വന്നു തുടങ്ങിയിട്ടേ ഉണ്ടാകൂ. എന്നാലും ഉസ്താദിന്റെ കണ്ണ് അവിടെ തന്നെ ആയിരിക്കും. എന്നിട്ട് ആ ഭാഗത്ത് പിടിച്ച് ഞെരടി ഉസ്താദ് സുഖിക്കുന്നു. എല്ലാ ഉസ്താദുമാരും അങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അത് ചെയ്യുന്നവരെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് പറയുമ്പോൾ ഉസ്താദുമാർക്ക് കയറി കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഭീകരന്മാരെയും തീവ്രവാദികളെയും പറയുമ്പോൾ സാധാരണ ഇസ്ലാം മത വിശ്വാസികൾക്ക് എന്തിനാ കൊള്ളുന്നത്? എല്ലാവരെയും നമ്മൾ ഭീകരന്മാരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഭീകരതകൾ ചെയ്യുന്ന, തീവ്രവാദം ചെയ്യുന്ന, ഈ മുറിയണ്ടി വെച്ചിട്ട് മറ്റുള്ളവരെ പീഡിപ്പിക്കാൻ പോകുന്ന, മറ്റുള്ളവരോട് അത് കാണിച്ചിട്ട് കാശു വാങ്ങിക്കുന്ന, മാതാവിന്റെ പ്രായമുള്ള ആളാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീയെ പോലും
എനിക്കെൻ്റെ ഭാര്യയെയും വേണം, ഇടയ്ക്കൊന്ന് കൃഷി ഇറക്കാൻ എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് നീയും വേണം, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ വേണമെന്നൊക്കെ പറയുന്ന ഇത്തരം കാമഭ്രാന്തന്മാരെ വലിച്ചു കീറുകയല്ലാതെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ ഒന്നും നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ടില്ല, ആരും പറയത്തുമില്ല. അപ്പോ നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് കൊള്ളേണ്ട കാര്യമില്ല. നന്ദി.